നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയുടെ ഒരു അപ്ഡേഷൻ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഥയും സംവിധാനവും നമ്മുടെ ലോകേഷ് കനകരാജാണ്. അതോടൊപ്പം തന്നെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധ്, ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ അൻപരവാണ്. അപ്പം പിന്നെ വേറൊരു ലെവലായിരിക്കുമല്ലോ അല്ലേ, ചിന്തിക്കേണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ആണ്. ടൈറ്റിൽ അനൗൺസ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു 3 മിനിറ്റുള്ള ഒരു ടീസറാണ് ഇപ്പം പുറത്തു വിട്ടിരിക്കുന്ന അണിയറ പ്രവർത്തകർ. സൺ പിക്ചേഴ്സ് യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. അവസാനമായിട്ട് രജനീകാന്തിൻ്റെ നമ്മൾ കണ്ട സിനിമ ജയിലറാണ്. ജയിലർ ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു. കാരണം പ്രായത്തെയൊക്കെ മറന്നിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നിട്ടുള്ളൊരു നടൻ. കാരണം നമ്മുടെ സ്റ്റൈൽ മന്നനാണല്ലോ നമ്മുടെ രജനീകാന്ത്. രജനീകാന്തിൻ്റെ 171ാമത്തെ ചിത്രവും കൂടിയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന് പറയുന്ന ഈ ഒരു പുതിയ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീസർ ഒന്ന് കാണാൻ നമുക്ക്. ഇതൊരു യൂണിവേഴ്സൽ ചിത്രമായിരിക്കും. അതായത് ലോകേഷ് കനകരാജിൻ്റെ എല്ലാ സിനിമകളൂടെ ചേർന്നിട്ടുള്ളതാകുമോ അല്ല. സാധാരണ നമ്മൾ കാണാറുള്ളത് ഒന്നില്ലെങ്കിലും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കും. കൈദി സിനിമയിലെ അതായിരുന്നു. ദളപതി വിജയുടെ ലിയോയും അതേ രീതിയിൽ തന്നിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും ലോകേഷ് കനകരാജ് കൊണ്ടുവരുന്നത്? ഇതേ തരത്തിലൊക്കെ തന്നെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ടീസർ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നേരെ നമുക്ക് കൂലി 171ാമത്തെ രജനീകാന്തിൻ്റെ സ്റ്റൈൽ മന്നൻ്റെ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. சொல்லு. ஒருத்தன் போர்ட் செக்யூரிட்டி பிரீச் பண்ணிட்டு உள்ள வந்துட்டு இருக்கான். பொருள்லாம் பத்திரம். ടീച്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണാവോ തോന്നിയത്? എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ലോകേഷ് കനകരാജിന് ഇതിന് മുമ്പുള്ള സിനിമകൾ അല്ലെങ്കിൽ ലോകേഷും അനിരുദ്ധും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു BGM ഒക്കെ അത്യാവശ്യം നല്ലൊരു BGM ആയിരിക്കും. ഇതിനകത്ത് BGM എനിക്ക് അത്ര അങ്ങോട്ടൊരു എഫക്റ്റീവായിട്ട് തോന്നില്ല. അനിരുദ്ധ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് കാണിക്കുന്ന ആ ഒരു BGM കൊള്ളാം. അപ്പം വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് തലൈവറുടെ.
കാരണം അവസാനമായിട്ട് ഇറങ്ങിയ ജയിലർ രജനീകാന്ത് ഒരു മിന്നിച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചതാണ്. ഇതൊരു യൂണിവേഴ്സൽ ചിത്രമാണോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു പിടിയും ഈ ടീസറിനകത്തില്ല. ഇനി ലോകേഷ് കനകരാജിൻ്റെ എല്ലാ സിനിമകളും കൂടെ ചേർന്നുകൊണ്ട് വരുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണോ ഈ സിനിമ തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു സ്മഗ്ലിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. കാരണം ഗോൾഡൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സ്റ്റൈൽ മന്നൻ കടന്നു വരുന്നു, അവിടെ ഒരു ബിഗ് ഫൈറ്റൊക്കെ നടക്കുന്നു. എന്നിട്ട് പിന്നെ പുള്ളിയുടെ സ്ഥിരം ഉള്ള ചില ഡയലോഗുകളും സ്ഥിരം കാണിക്കുന്ന ചില ആക്ഷനും കുറേ സ്റ്റൈലൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അവസാനത്തെ ആ ഒരു ചിരി അതെല്ലാ സിനിമയിലും ഉള്ളതുപോലെ തന്നെ അതും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജയ് കാണിക്കുന്ന പോലുള്ള ചില സംഭവങ്ങൾ, ഇങ്ങനെ തല പെടലിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്ന ചില സംഭവങ്ങൾ. കാരണം ലോകേഷിൻ്റെ സിനിമയിൽ സാധാരണ കാണാറുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് രജനീകാന്തിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടീസറിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകേഷിൻ്റെ സിനിമ ആയതുകൊണ്ട് പ്രതീക്ഷകൾ വാനോളമാണ്. അത്രത്തോളം ഉയർന്നു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ആവറേജ് ഫീലാണ് എനിക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളായിട്ട് അറിയാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച.